ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലേ? നെയിം ദ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഗീവ് ബൈ ഫോളോയിങ് പോയിന്റ്സ് ആൻഡ് ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. ഇതിൻ്റെ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സെക്കൻഡും തേർഡും ക്വസ്റ്റ്യനുമാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, പോയിന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്യാം. ഏതൊക്കെയാ? -3, ഓക്കെ, പോയിന്റ്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. -3, 5. ഇനി അടുത്തത് 3, 1. 4 പോയിന്റ്സ് അല്ലേ? അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് ചെയ്യാം. -3, 5, 3, 1, 0, 3. അതുപോലെ തന്നെ -1, -4. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇതിന്റെ എല്ലാം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഡിസ്റ്റൻസ് എല്ലാ ഡിസ്റ്റൻസ് എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഷേപ്പ് വരച്ചതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ഷേപ്പ് വരണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എല്ലാത്തിനും ഒരു പേര് കൊടുക്കുകയാണ്. A, B, C, D. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? AB കണ്ടുപിടിച്ചെടുക്കാൻ പോവാം. AB കണ്ടുപിടിച്ചെടുക്കും √3 - -3 അല്ലെ? x2 - x1 അല്ലേ? 3 - -3. 3 - -3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 വരും. ഇപ്പൊ 6² വരും. പ്ലസ് 1 - 5. 1 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -4. ഞാൻ ഇനി അത് പോയിന്റ്സ് ഇവിടെ എഴുതുന്നില്ലേ. നമ്മൾ ഇത്രയും ചെയ്തതല്ലേ, അപ്പൊ പിന്നെ ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല. 3 - -3 ഈസ് പ്ലസ് 3. 3 - എന്ന് പറഞ്ഞാൽ 6 വരും. 6ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 - 5 -4 സ്ക്വയർ. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 36 പ്ലസ് 16. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? 30, 40, 52 വരും അല്ലേ? √52. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏത് കണ്ടുപിടിച്ചെടുക്കാം? BC കണ്ടുപിടിച്ചെടുക്കാം. BC കണ്ടുപിടിച്ചെടുക്കാൻ നേരത്ത് നമുക്ക് വീണ്ടും സെയിം തന്നെ ചെയ്യേണ്ടി വരും. എന്താണ്? x2 - x1. 0 - 3. 0 - 3 എന്ന് പറഞ്ഞാൽ -3 സ്ക്വയർ പ്ലസ് 0 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താ? 3 - 1. 3 - 1 എന്ന് പറഞ്ഞാൽ എത്ര? 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും ആൻസർ? -3 സ്ക്വയർ എത്ര? 9. 2ന്റെ സ്ക്വയർ എത്ര? 4. അപ്പം √9 + 4 എത്ര കിട്ടും? √13. ഓക്കെ, അപ്പം ആൻസർ എത്ര കിട്ടുന്നത്? √13 എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ AB കിട്ടി, BC കിട്ടി. ഇനി അടുത്ത ഏതാ വേണ്ടേ? CD. CD എടുക്കാം. √0 - 1. 0 - 1. 0 - 1 is -1 itself. അത് സ്ക്വയർ. എന്തായാലും നിങ്ങൾ 0 ഇതാണ് പോയിന്റ് എങ്കിൽ 0 - -1 എന്തായാലും +1 എന്ത് വന്നു കഴിഞ്ഞാലും ആൻസർ എന്ത് തന്നെയായിരിക്കും? സ്ക്വയർ ചെയ്താൽ ഇതെല്ലാം പോകും നിങ്ങൾക്ക്. അപ്പൊ ഇനി അടുത്ത് 3 - -4. ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. CD എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുന്നത്? ഇത് x1 y1 ഇത് x2 y2 എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എടുക്കാൻ നേരത്ത് ഇവിടെ എന്ത് വരും? 3 എങ്ങനെയാണ് എടുക്കാം? -4 - 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ y2 - y1. അപ്പം -4 - 3. -4 - 3 എന്ന് പറഞ്ഞാൽ എത്രയാ? -7 സ്ക്വയർ. രണ്ടും പ്ലസ് ആണ്. അപ്പൊ എത്ര കിട്ടും? √1 + 49. -7ന്റെ സ്ക്വയർ 49 ആണ്. അപ്പൊ ആഡ് ചെയ്താൽ എത്ര കിട്ടും? √50 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അടുത്ത ഏതാ ഉള്ളത്? DA. DA എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? DA എന്ന് പറയുന്നിടത്ത് x1 y1 x2 y2 ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് തമ്മിൽ ഡിഫറൻസ് എടുക്കാം. -3 - 1 എടുക്കാം. -3 - -1 നിങ്ങൾക്ക് പിടികിട്ടിയോ? പിടികിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. -3ഉം 5ഉം രണ്ട് പോയിന്റ്സ് എടുത്താ ചുമ്മാ എടുത്താ. നിങ്ങൾ എടുക്കുന്ന ഓർഡർ ഒന്നും ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. -1 - 4 എങ്ങനെ എടുക്കും?
x2 മൈനസ് x1. അപ്പോൾ -1 മൈനസ് -3 -1 മൈനസ് -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -1 + 3 -1 + 3 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? 2 സ്ക്വയർ പ്ലസ് ഇത് ചെയ്യുവാണെങ്കിൽ എത്ര കിട്ടും? -4 - 5 -4 - 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -4 - 5 എന്ന് പറഞ്ഞാൽ -9 -9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 81. അപ്പോൾ √4 + 81 ആൻഡ് ആൻസർ ഈസ് √85. നോക്കിയേ, എന്താ പ്രത്യേകത? എന്താ എല്ലാ സൈഡുകളുടെയും ABBCCD എല്ലാത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ സൈഡുകളും സെയിം ആണോ? അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AB ഈസ് നോട്ട് ഈക്വൽ ടു BC നോട്ട് ഈക്വൽ ടു CD നോട്ട് ഈക്വൽ ടു DA. ഒറ്റ സൈഡും ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് പ്രത്യേകിച്ച് നമുക്കൊരു പ്രത്യേക ഷേപ്പ് എന്നൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പം therefore we can say that it is only a general quadrilateral. അപ്പോൾ ഞാനിവിടെ ജനറൽ ആയിട്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. therefore it is only a general quadrilateral. It can be said as a general quadrilateral. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. ഓക്കെ, അപ്പൊ ഇനി തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കണം തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹിന്റും കൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഹിന്റും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കിതൊരു റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും കിട്ടുന്നത്. റെക്റ്റാങ്കിൾ, സോറി നോട്ട് റെക്റ്റാങ്കിൾ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ക്വാഡ്, ഒരു നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആയിട്ട് കിട്ടും. അത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരെന്താ? പാരലോഗ്രാം എന്നാണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് വരച്ചിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടാണ് കിട്ടാൻ പോകുന്നത്? ഒരു പാരലോഗ്രാം എന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കണ്ടോ, പോയിന്റ്സ് ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. 4, 5 പേരിട്ട് കൊടുത്തേക്കണേ. A, B, C, D. അപ്പം A എന്ന് പറയുന്ന പോയിന്റ് എത്രയാ? 4, 5. B എന്ന് പറയുന്ന പോയിന്റ് എത്രയാ? 7, 6. ഇനി C എന്ന് പറയുന്ന പോയിന്റ് എത്രയാ? 4, 3. D എന്ന് പറയുന്ന പോയിന്റ് എത്രയാ? 1, 2. ഉണ്ടോ? അപ്പൊ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായിട്ടാണ് കിട്ടുന്നത്? ക്വാഡ്രിലാറ്ററൽ ആയിട്ടാണ് കിട്ടുന്നത്. അത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം. കേട്ടോ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാല് നിങ്ങൾ ഇതിനകത്തുള്ള ഡയഗണൽസ് നോക്കണം. കണ്ടോ, ഡയഗണൽസ് ഇതുണ്ട്, ഇതൊരു ഡയഗണൽ. അതുപോലെ തന്നെ ഇത് ഒരു ഡയഗണലാണ്. ഉണ്ടോ? അപ്പം എന്താ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നോക്കിക്കോ, നിങ്ങൾ AB എടുക്കാം, അതുപോലെ തന്നെ BC എടുക്കാം, അതുപോലെ തന്നെ CD എടുക്കാം, അതിനുശേഷം DA എടുക്കാം. ഓക്കെ, AB എടുക്കാം, BC എടുക്കാം, CD എടുക്കാം, DA എടുക്കാം. ഇതെല്ലാം ഈക്വൽ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് പാരലോഗ്രത്തിനകത്ത്. എല്ലാം ഈക്വൽ എന്നുള്ളതല്ല, AB-യും ഞാൻ എഴുതാം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളെല്ലാം ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB എന്തിനോട് ഈക്വൽ ആയിരിക്കും? CD-യോട് ഈക്വൽ ആയിരിക്കും. AB എന്തിനോട് ഈക്വൽ ആയിരിക്കും? CD-യോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ AD എന്തിനോട് ഈക്വൽ ആയിരിക്കും? BC-യോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് ഈക്വൽ ആവുന്നത് എന്തൊക്കെയാണെന്ന് അറിയാലോ? എന്താണ്? AB എന്തിനോട് ഈക്വൽ ആയിരിക്കും? CD-യോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? AD എന്തിനോട് ഈക്വൽ ആയിരിക്കും? BC-യോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരും നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ. മാത്രമല്ല, ഒരു പാരലോഗ്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡയഗണൽസ് എന്തായിരിക്കത്തില്ല? ഈക്വൽ ആയിരിക്കത്തില്ല. ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ എന്താണെന്ന് വിളിക്കാം? ഒരു സ്ക്വയർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലെങ്ത് AC it will not be equal to എന്താണ്? ലെങ്ത് BD. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിനെ ഇങ്ങനെ 4 പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ ഈക്വൽ ആയിട്ട് വരും. കണ്ടോ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ എന്ന് പറയുന്നത് ഏതാ? AB-യും
സി ഡിയും അതുപോലെ തന്നെ ബി സിയും എ ഡിയും കണ്ടോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി സിയും എ ഡിയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ഡയഗണൽസ് എന്താകത്തുമില്ല ഈക്വൽ ആകത്തുമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്തായിട്ട് കൺഫേം ചെയ്യാം ഒരു പാരലോഗ്രാം ആയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ അതൊന്ന് തന്നെ ചെയ്തു നോക്കണം ഓക്കെ സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് which is equidistant from point 2 minus 5 and minus 2 9 ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം അതായത് നിങ്ങൾ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനാണ് അവർ പറയുന്നത് അപ്പൊ ഞാനൊരു എക്സ് ആക്സിസ് ഇവിടെ വരയ്ക്കാം ഈ എക്സ് ആക്സിസിൽ ഒരു പ്രത്യേകത എന്താണെന്നറിയോ എക്സ് ആക്സിസിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും അപ്പൊ ഇതാണ് പോയിന്റ് എത്ര എക്സ് കോമ 0 അപ്പൊ നമുക്ക് വേണ്ടത് പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ആണ് വിച്ച് ഇസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എന്താണ് 2 minus 5 2 minus 5 അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം minus 2 9 okay so we have to find a point on x axis which is equidistant from point എന്താണ് 2 minus 5 ഉം minus 2 9 ഉം അപ്പോൾ ഞാൻ ഇവിടുത്തെ ലൈൻസ് കണക്ട് ചെയ്യുവാണ് അപ്പം ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് എന്താണ് we have to find a point on x axis which is equidistant from point 2 minus 5 and minus 2 9 അപ്പോൾ x axis ആണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ഓർത്തോളണം അവിടുത്തെ y കോർഡിനേറ്റ് എത്രയായിരിക്കും 0 ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് പേര് കൊടുക്കാം എ ബി ഇവിടെ സി ഓക്കെ ഇക്വിഡിസ്റ്റന്റ് ആണെന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം we can calculate the distance AB first of all we can calculate the distance AB അപ്പോൾ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 the whole square plus x minus 2 the whole square plus 0 minus minus 5 the whole square 0 minus minus 5 the whole square 0 minus minus 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 5 തന്നെ കിട്ടും സിംപ്ലിഫൈ ആണെങ്കിൽ എന്ത് കിട്ടും റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 the whole square plus 25 ഇനി അടുത്ത ഏതാ നമുക്ക് ബി സി കണ്ടുപിടിക്കുന്നത് എങ്ങനെ റൂട്ട് ഓഫ് എക്സ് മൈനസ് മൈനസ് 2 എക്സ് മൈനസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും എക്സ് മൈനസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 വരും അല്ലേ എക്സ് പ്ലസ് 2 the whole square plus 0 minus 9 0 minus 9 എന്ന് പറഞ്ഞാൽ മൈനസ് 9 തന്നെ സ്ക്വയർ അല്ലെ ഇതിനെ സിംപ്ലിഫൈ ആണെങ്കിൽ എന്ത് വരും റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 the whole square plus 81 ഇവര് പറയുന്നത് there is a point on x axis which is equidistant from these two points എന്നാണ് പറഞ്ഞേക്കുന്നത് so equidistant ആയതുകൊണ്ട് തന്നെ since the point B is equidistant from A and C since the point B is equidistant from A and C നമുക്ക് എന്ത് പറയാം AB is equal to എന്താണ് CB ഓക്കെ അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം ഏതാ ഇക്വേറ്റ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് റൂട്ട് ഓഫ് x plus 2 the whole square plus x plus 2 the whole square plus 81 is equal to root of x minus 2 the whole square plus 25 just square both sides രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം അപ്പോൾ എന്ത് വരും x plus 2 the whole square plus 81 is equal to x minus 2 the whole square plus 25 എന്ന് പറഞ്ഞു വരും അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പോകും മിച്ചമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക ഈ 4x അപ്പുറത്തോട്ടുണ്ട് അപ്പോൾ എന്ത് കിട്ടും 8x എന്ന് പറഞ്ഞു വരും ഇനി ഇത് 89 അപ്പോൾ 29 മൈനസ് 85 അല്ലേ അപ്പം നമ്മളിതിനെ സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും 8x is equal to minus 56 അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടും -7 എന്ന് പറഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾ ആ എക്സിന്റെ പോയിന്റ് കണ്ടുപിടിച്ചല്ലോ അപ്പോൾ നമുക്ക് ആ പോയിന്റ് എഴുതി വെക്കാം
പോയിന്റ് ഈസ് എത്രയാ -7,0. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. Find the value of y for which the distance from the point 2, -3 and 10, y is 10 units. Okay, so we have to find the value of y, for which എന്താണ് point 2, 3 and 10, y is 10 units. കണ്ടുപിടിച്ചെടുക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്, 2, -3യും അതുപോലെ തന്നെ 10, y. അപ്പൊ ഇത് രണ്ട് പോയിന്റ്സ് ആണ്. അപ്പൊ ഈ പോയിന്റുകളുടെ ഇടയിലുള്ള ദൂരം എത്ര യൂണിറ്റ്സ് ആണ്? 10 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ദൂരം എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? റൂട്ട് ഓഫ് എന്ത് വരും? 10 - 2 the whole square plus y -3. y -3 എന്ന് പറഞ്ഞാൽ എന്ത്? y plus 3 the whole square is equal to 10 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് എന്താ ചെയ്യാം, നമ്മളിതിനെ സ്ക്വയർ ചെയ്യണം അല്ലെ. സ്ക്വയർ ചെയ്താൽ നമുക്ക് ആ റൂട്ടൊക്കെ അങ്ങോട്ട് പോകില്ല. അപ്പം നമ്മളിതിനെ സോൾവ് ചെയ്യാം. 10 - 2 എന്ന് പറഞ്ഞാൽ എത്ര? 8 വരും. 8 സ്ക്വയർ പ്ലസ് y plus 3, y plus 3 അല്ലേ, y plus 3 the whole square is equal to എന്താ? 100. അപ്പൊ ഈ 64 അല്ലെ. അപ്പം y plus 3 the whole square is equal to 100 - 64. 100 - 60, ഇത് 8 square 64 ആണ്. 100 - 64 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 36. അപ്പം y plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞു കിട്ടും. 36ന്റെ റൂട്ട് എത്രയാണ്? +or -6 ആണ് കേട്ടോ, മറക്കരുത്. 36ന്റെ റൂട്ട് +6 അല്ല, നമ്മൾ അതിനെ എന്താന്ന് പറഞ്ഞു തന്നെ എഴുതണം, +or-36 എന്ന് പറഞ്ഞു തന്നെ എഴുതണം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് യു ഇക്വേറ്റ് y plus 3 is equal to 6. Okay, then you will get y value as 6 - 3. Answer 3. Again, in the second case, you just equate y plus 3 is equal to -6. Then you will get y as -6 - 3. എത്ര കിട്ടും? -9. കണ്ടോ, രണ്ട് പോയിന്റ്സും ആയില്ലേ നമുക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ആ രണ്ടാമത്തെ പോയിന്റ് കിട്ടാതെ പോകും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്കും കുറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. We have a point 0, 1 and it is equidistant from 5 - 3 and x, 6. Find the value of x. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ 0, 1, you have 0, 1 and it is equidistant from point 5 - 3 and x, 6. You have to find the value of x. So I'm just marking this point as A, this as B, and this as C. Okay, and what we can conclude that since it is equidistant, we can say that AC is equal to എന്താ? CB. AC is equal to CB. നമുക്ക് AC കണ്ടുപിടിച്ചെടുക്കാമല്ലോ. ഞാൻ കണ്ടുപിടിച്ചെടുക്കും. 0 - -5. 0 - 5. 0 - 5 is -5 square plus 1 - -3. 1 - -3 is 1 plus 3. 1 plus 3 is 4 square. ഇതല്ലേ AC. That is equal to CB. Root of CB അല്ലേ വേണ്ടേ? അപ്പം x - 0 അത് x സ്ക്വയർ തന്നെ പ്ലസ് 6 - 1. 6 - 1 is, ഞാനിപ്പോൾ 6 - 1 എന്നോ നിങ്ങൾ 1 - 6 എന്നോ എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. 6 - 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരും? 5 സ്ക്വയർ. അപ്പോൾ ഇതിനെ രണ്ടിനെ സ്ക്വയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര വരും? ഇത് 25ഉം 16 അല്ലേ. ഇനി അപ്പുറത്ത് എന്താ ഉള്ളത്? അപ്പോൾ ഇത് 25 + 16 എന്ന് പറഞ്ഞാൽ എത്ര വരും? ആൻസർ 41 വരും. റൂട്ട് 41 is equal to root of x square plus 5. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ രണ്ട് സ്ഥലത്ത് സ്ക്വയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? 41 is equal to x square plus 25 അല്ലേ, 5 സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കിട്ടുന്നത് 5 സ്ക്വയർ ആകുമ്പോൾ 25 ആണ്, പ്ലസ് 25. അപ്പോൾ നിങ്ങളിത് സബ്സ്ട്രാക്ട് ചെയ്തെടുക്കാം.
എത്ര വരുന്നു? 25 41 മൈനസ് എന്ത് വരും? 25 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഒരു 16 അല്ലേ വരുന്നത്? അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കണം എക്സ് കിട്ടാനായിട്ട്. 16ന്റെ റൂട്ട് എന്താ? +or -4 അല്ലേ? ഇവിടെ നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട് കേട്ടോ, അത് ഓർത്ത് വെച്ചോളേ. അപ്പം പോയിന്റ് എന്തൊക്കെയാകാം? നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓൾസോ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ക്യു ആർ. ഒരു പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളതിന് നെയിം കൊടുത്തായിരുന്നു. നമുക്ക് ആ പേര് ഒന്ന് ഇട്ടേക്കാം. ഏതൊക്കെയാ? 01 എന്ന് പറയുന്നത് എന്താ? ക്യൂ അല്ലേ? ഇനി 53 എന്ന് പറയുന്നത് എന്താ? പി അല്ലേ? ഇനി x6 എന്ന് പറയുന്നത് എന്താ? 6. അപ്പൊ ഇവിടെ അവർ തന്നിരുന്ന കണ്ടീഷൻ ഇതാണ്, പി ക്യൂ ഇസ് ഈക്വൽ ടു എന്താ? ക്യൂ ആർ. ഓക്കെ, അപ്പോ നമ്മളിപ്പം വി ഹാവ് കാൽക്കുലേറ്റഡ് ദിസ് പോയിന്റ് അല്ലേ? നമുക്ക് ആ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോയിന്റ് എന്താവാം? either it can be the point r is എന്തൊക്കെ വരും? ഒന്നെങ്കിൽ 4,6 എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറഞ്ഞ് എഴുതാം? -4,6 എന്ന് പറഞ്ഞ് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം കേട്ടോ. ഒന്നെങ്കിൽ 4,6 എന്ന് എഴുതാം, അല്ലെങ്കിൽ -4,6 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം നമുക്ക് ആദ്യം 4,6 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് എഴുതാം. when point is 4,6 അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാം. 4,6ഉം നമ്മളോട് അവർ ചോദിച്ചേക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാ? പി ആർ കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചേക്കുന്നത് അല്ലെ? പി ആർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പി ആർ എടുക്കാം. എങ്ങനെ എടുക്കും? റൂട്ട് ഓഫ് ഇത് 4,6 ആണ്. അപ്പം 4 - 5 എന്തുകൊണ്ട് എടുക്കാം? 4 - 5 ആണ് ആൻസർ. എന്താ? -1 സ്ക്വയർ പ്ലസ് 6 -3 അത്രയാ? 6 - -3 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര കിട്ടും? റൂട്ട് 9 സ്ക്വയർ 81. 81 പ്ലസ് 1 റൂട്ട് 81 ഉണ്ടോ? കിട്ടിയില്ലേ? ഇനി അവര് പി ആർ മാത്രമല്ല അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, എന്തും പറഞ്ഞിട്ടുണ്ട്, ക്യു ആറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ക്യു ആർ എടുക്കാം. നമ്മൾ ആദ്യത്തെ പോയിന്റ് അസ്യൂം ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. 4,6 എന്ന് പറയുന്ന ഒരു പോയിന്റ് അസ്യൂം ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ ക്യു ആർ എന്ന് പറയുന്നിടത്ത് എന്ത് വരും? റൂട്ട് ഓഫ് 4 - 0 the whole square plus 6 - 1 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? റൂട്ട് ഓഫ് 16 + 25. 16 + 25 എന്ന് പറഞ്ഞാൽ എത്ര? റൂട്ട് 41 ഉണ്ടോ? ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? when point r is when point r is -4,6 when point r is -4,6 എന്ത് വരും? പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് പി പോയിന്റ് നമ്മുടെ ഉണ്ടല്ലോ അല്ലെ? പി പോയിന്റ് എത്രയാണ്? 5ഉം 3. ഇവിടെ ജസ്റ്റ് പി ഇങ്ങനെ എഴുതിയിട്ടേക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇടക്ക് നോക്കി പറയാലോ. 5ഉം -3. ഓക്കെ, ഇതാണ് പി, ഇതാണ് ആർ. ഞാൻ കണ്ടുപിടിച്ചെടുക്കും. റൂട്ട് ഓഫ് 5 - -4. 5 - -4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 + 4. 5 + 4 എന്ന് പറഞ്ഞാൽ എത്ര? 9. 9 സ്ക്വയർ പ്ലസ് -3 - 6. -3 - 6 is -9. -9 സ്ക്വയർ is again 81. അപ്പൊ റൂട്ട് 81 പ്ലസ് റൂട്ട് 81. ആൻസർ എത്ര കിട്ടും? റൂട്ട് 81 പ്ലസ് ഇവിടെ 81 അല്ലെ? അപ്പൊ എത്ര കിട്ടും? റൂട്ട് ഓഫ് 2
162 എന്ന് പറഞ്ഞു. യു ജസ്റ്റ് ഫാക്ടറൈസ് ദിസ് വൺ. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 9√2 എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വരും. ഇനി അടുത്ത അവർക്ക് എന്ത് പോയിന്റാണ് വേണ്ടേ? QR വേണം. നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ QR. QR എങ്ങനെ എടുക്കും? റൂട്ട് ഓഫ് Q നമ്മുടെ ഇല്ല അല്ലെ? Q നമ്മളിവിടെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ എഴുതി വെച്ചേക്കാം. Q എന്ന് പറഞ്ഞാൽ 0,1 ആണ്. അപ്പൊ ആ പോയിന്റ് ഇങ്ങോട്ട് എഴുതി വെച്ചേക്കാം. 0,1 അതാണ് Q. അപ്പൊ നമുക്ക് വേണ്ടത് QR ആണ്. അപ്പൊ നിങ്ങൾ നോക്കി പറ. 0 മൈനസ് -4. 0 മൈനസ് -4 എന്ന് പറഞ്ഞാൽ എന്താ? 0 പ്ലസ് 4. അപ്പൊ എന്ത് വരും? 4 സ്ക്വയർ പ്ലസ് 1 മൈനസ് 6. 1 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? -5 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടും? റൂട്ട് ഓഫ് 16 പ്ലസ് 25. ആൻസർ ഇസ് അഗെയിൻ റൂട്ട് 41. ഓക്കെ, നമ്മളെല്ലാം കണ്ടുപിടിച്ചല്ലോ. ഇതെല്ലാം നമ്മൾ എല്ലാ ഡാറ്റാസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? എന്താണ് അവർ പറഞ്ഞത്? ഞാനിവിടെ എഴുതിയപ്പോൾ അത് QABC എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തായിരുന്നു. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അത് ഡയറക്റ്റ് ആയിട്ട് അവരൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. Q എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? 0,1. ആൻഡ് ദിസ് 0,1 is equidistant from point 5 minus 3 and x, 6. So we have to first of all find the value of x. So since it is equidistant, we can say that എന്താണ്? Since the point Q is equidistant from P and R, we can say that PQ is equal to QR. Then find PQ distance. Then find QR distance using distance formula. And you found out the value of x as plus or minus 4. So first you just assume that it is, you just give this x value as 4. So the point of R will be 4,6. And again you can give the value of x as again -4 because the x has two values, plus 4 and -4. So while considering the first point, or while considering the point R as 4,6, you can calculate PR. And again you can calculate QR. Similarly, you can consider R as -4 and -4,6 again, and then you can calculate the distance of PR, and then you can calculate the distance of QR. Okay, clear.